ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് നമുക്ക് ആവശ്യമുള്ളത് എന്നതാണ്. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ബോട്ടിൽസ് ആണ്. ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് ഒരു ബ്ലൂ കളറിലുള്ള ഒരു ബിയർ ബോട്ടിലാണ്. ഇതുപോലെ പല ഷേപ്പിലും കളേഴ്സിലുള്ള ബോട്ടിൽസ് നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കണം. കളേർഡ് ആയിട്ടുള്ള ബോട്ടിലാണെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് നമ്മൾ സെപ്പറേറ്റ് കളർ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ ഈ കാണിക്കുന്ന ബോട്ടിൽ ഒരു ഡിഫറെൻറ്റ് ഷേപ്പിലുള്ളതാണ്. ഇതുപോലെ എവിടെന്നെങ്കിലൊക്കെ നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കണം. ബോട്ടിൽസ് കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് കളേഴ്സാണ്. കളേഴ്സ് പല ടൈപ്പിൽസിലുള്ളത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ ഈ ഒരു കിറ്റ് എന്ന് പറയുന്നത് ഫെവിക്രിലിൻ്റെ തന്നെ അക്രലിക് കളേഴ്സാണ്. ലൈലാക്ക് കിറ്റാണ്. ഇതിലുള്ളത് ബേസിക് ആയിട്ടുള്ള 6 കളേഴ്സാണുള്ളത്. നിങ്ങൾക്ക് ഇത് മാത്രം വാങ്ങിച്ചാലും മതി. ഇത് ഈ കളേഴ്സ് കൊണ്ട് ബാക്കിയുള്ള കളേഴ്സ് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ ഒരു ബോക്സിലുള്ളതും ഫെവിക്രിലിൻ്റെ തന്നെ സെറ്റാണ്. ഇത് പേൾ കളേഴ്സാണ്. കുറച്ചുകൂടി ബ്രൈറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു മെറ്റാലിക് ഷെയ്ഡാണ്. ഷൈനിങ് ഉണ്ടായിരിക്കും ബോട്ടിൽ ആർട്ട് ചെയ്യുമ്പോഴത്തേക്കും. ഈ ഒരു ബോട്ടിലിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് പേൾ കളേഴ്സാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നല്ലൊരു ഷൈനിങ് ഉണ്ട്. അപ്പോൾ പേൾ മെറ്റാലിക് കളേഴ്സ് ഇതുപോലെ നല്ലൊരു ഷൈനിങ് നിങ്ങളുടെ ബോട്ടിൽ ആർട്ടിന് കൊടുക്കും. ഇതൊരു നോർമൽ അക്രലിക് പെയിൻറ്റിൻ്റെ ഷെയ്ഡ്സാണ്. ഇതിൽ 24 ഷെയ്ഡ്സാണുള്ളത്. നോർമൽ അക്രലിക് കളേഴ്സാണ്. നിങ്ങൾ ഇതുപോലെ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇത്രയും പെയിൻറ്റ്സ് ഒന്നും വാങ്ങേണ്ട കാര്യമില്ല. ഞാൻ നേരത്തെ കാണിച്ച ഈ ഒരു 6 ഷെയ്ഡിൻ്റെ ഒരു കിറ്റ് വാങ്ങിച്ചാൽ മതി. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ടിഷ്യൂ പേപ്പേഴ്സാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ബോട്ടിൽ ആർട്ടിൽ ചെയ്യുമ്പോഴത്തേക്കും ബേസ് കോട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചിട്ട് ആർട്ട് വർക്ക് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളതാണ് ടിഷ്യൂ പേപ്പർ. അടുത്തായിട്ട് ആവശ്യമുള്ളത് ഇതുപോലത്തെ സാറ്റിൻ റിബണാണ്. ഇതുപോലത്തെ റിബൺസ് തന്നെ വേണമെന്നില്ല. നിങ്ങളുടെ പഴയ ഹെയർ ബോയിൽ നിന്ന് പോയ റിബൺസോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ഭംഗിയുള്ള ഫ്രിൽസോ ഒക്കെ നിങ്ങൾക്ക് ബോട്ടിൽ ആർട്ടിന് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ബോട്ടിലിൽ ഞാൻ ഇവിടെ ഒരു സാറ്റിൻ റിബൺ കൊടുത്തിട്ടുണ്ട്. അതിൽ ഭംഗിയുള്ള ഫ്ലവേഴ്സും ഒക്കെ ഉണ്ട്. ഇത് ഞാൻ എടുത്തത് പഴയ ഒരു ഹെയർ ബോയിൽ നിന്ന് പോയ ഒരു പീസാണിത്. അതാണ് ഈ ഒരു ബോട്ടിൽ ആർട്ടിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ബോട്ടിൽ ആർട്ടിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ എന്തായാലും അതൊന്ന് കണ്ടു നോക്കുക. അടുത്തായിട്ട് നമുക്ക് വേണ്ട ഒരു മെയിൻ ഐറ്റമാണ് ഫെവിക്കോള്. ഫെവിക്കോള് വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഒരു വലിയ ബോട്ടിലിനെ വാങ്ങിച്ചു വെക്കുക. അതായിരിക്കും നമുക്ക് എളുപ്പവും അതുപോലെ തന്നെ കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കാനും പറ്റും. അടുത്തതായിട്ട് നമുക്ക് വേണ്ടതാണ് ബ്രഷസ്. ബ്രഷ് ഒത്തിരി ബ്രഷൊന്നും വേണ്ട. ഇതുപോലത്തെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ബ്രഷ് വേണം. അതുപോലെ തന്നെ പോയിൻറ്റഡ് ആയിട്ടുള്ളത് ചെറിയ ബ്രസൽസ് ഉള്ളത് ഒരു 2 ബ്രഷ് കൂടി മതിയാവും. അതുപോലെ തന്നെ നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന ഒത്തിരി മെറ്റീരിയൽസ് വെച്ച് നമുക്ക് ബോട്ടിൽ ആർട്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ പിസ്തയുടെ കുറച്ച് ഷെല്ലെടുത്ത് വെച്ചിരിക്കുവാണ്. ഇത് ഡെക്കറേറ്റ് ചെയ്തും നമ്മുടെ ബോട്ടിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് എയർ ഡ്രൈ ക്ലേ ആണ്. ഇതിപ്പോൾ കളറിലുള്ള എയർ ഡ്രൈ ക്ലേ ആണ്. ഇത് കളർ ഇല്ലാത്തതും കിട്ടും. കളർ ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പെയിൻ്റ് അടിച്ചു കൊടുത്താൽ മതിയാവും. ഇത് വെച്ച് നമുക്ക് ഫ്ലവേഴ്സും ലീവ്സും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കാൻ പറ്റും. ബോട്ടിൽ ആർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ വേസ്റ്റ് ആക്കി കളയുന്ന പല മെറ്റീരിയൽസും കളക്ട് ചെയ്ത് വെക്കുക. അതായത് മുട്ടത്തോട്, ഇതുപോലെ പിസ്ത ഷെല്ല്, അങ്ങനെ പല ഐറ്റംസും കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചും നിങ്ങൾക്ക് ബോട്ടിൽ ആർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ബോട്ടിൽ ആർട്ടിനെ കുറിച്ച് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, ബൈ, താങ്ക്